എല്ലാവരും ഓൺ എക്സാമിന്റെ തിരക്കിലായിരിക്കും അല്ലേ? നമ്മുടെ എക്സാം ഇതാ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പൊ എല്ലാവരും നല്ല ടെൻഷൻ ആയിരിക്കും അല്ലെ? എല്ലാവർക്കും നല്ല ടെൻഷൻ ആയിരിക്കും. അതായത് എങ്ങനെയാണ് ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാന്നൊക്കെ. അതായത് ഓരോരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സേ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇതൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഈ പാഠഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കുറച്ചധികം ഭാഗങ്ങളുണ്ട്, കുറച്ചധികം ടോപ്പിക് ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ടോപ്പിക് ആണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? നോക്കി, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡുകളുടെയും ബേസുകളുടെയും സ്വഭാവ സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? പൊതു സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ നോക്കി നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ നോക്കിയേ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് മെറ്റൽ. അതായത് ആസിഡുകളും മെറ്റലും തമ്മിലുള്ള പ്രവർത്തനം അറിഞ്ഞിരിക്കണം. ആസിഡും ലോഹങ്ങളും തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയണം. ഇനി അടുത്ത നോക്കി നിങ്ങൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവിരീകരണം എന്താണെന്ന് അറിയണം. ഇനി അടുത്ത നോക്കിയേ ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ലബോറട്ടറീസ്. അതായത് നമ്മൾ ലബോറട്ടറികളിലുള്ള ആസിഡുകളുടെയും ബേസുകളുടെയും പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവയുടെ യൂസസ്, ഉപയോഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഫൈനലി എന്താ മക്കളെ, പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്. സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും ടോപ്പിക് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഓരോരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാട്ടോ. അപ്പൊ നോക്കി നിങ്ങൾ ആദ്യത്തെ നോക്കിയേ പ്യുവർ വാട്ടർ അല്ലേ? പ്യുവർ വാട്ടർ, വിനാഗിരി, ലൈം വാട്ടർ, ടെമാറിൻ വാട്ടർ അതായത് പുളിവെള്ളം, പിന്നെ എന്താ ലൈം വാട്ടർ, ബിൽംബി, ആഡ് സസ്പെൻഷൻ, സാൾട്ട് സൊല്യൂഷൻ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ അഥവാ തെളിഞ്ഞ അപ്പക്കാര ലായനി, ആൻഡ് എന്താണ് ഉപ്പുവെള്ളം. ഓക്കെ, ഇത്രയും സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ എന്താണ്, ഇതിലൊക്കെ ആസിഡുകളുണ്ട്, ബേസുകളുണ്ട്. അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സോർ ടേസ്റ്റ് ഉള്ള ആളാണ് അല്ലെ? പുളി രുചിയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ തന്നിരിക്കുന്നതിൽ പുളി രുചിയുള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് വേഗത്തിൽ നിങ്ങൾ നോക്കിയേ. പുളി രുചിയുള്ളത് ആർക്കൊക്കെയാണ്? യെസ്, വിനാഗിരി അല്ലേ? വിനാഗിരിക്ക് പുളി രുചിയാണ്. ഇതൊരു ആസിഡ് ആണ് അല്ലേ? വിനാഗിരി ഒരു ആസിഡ് ആണ്, പുളി രുചിയുണ്ട്. ഇനി അടുത്ത എന്താണ്? ലൈം ജ്യൂസ് അല്ലേ? ലൈം ജ്യൂസിനും ഒരു പുളി രുചിയുണ്ട്, ഇതും എന്താണ്? ആസിഡ് ആണ്. ഇനി അടുത്തത് ടെമാറിൻ, പുളിവെള്ളത്തിന് എന്തുണ്ട് മക്കളെ? പുളി രുചിയുണ്ട്, ആൻഡ് അതെന്താണ്? ആസിഡ് ആണ്. ഇനി ലൈം വാട്ടർ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം. ചുണ്ണാമ്പ് വെള്ളം എന്താണ്? അതിന് ബിറ്റർ ടേസ്റ്റ് ആണ്. അതായത് ഇതെന്താണ്? ഇത് ബേസ് ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതായത് കാര രുചിയാണ്. അതെന്താണ്? അത് ബേസ് ആണ്. ഇനി അടുത്ത ബിൽംബി. ബിൽംബി എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? അത് പുളി രുചിയാണല്ലേ അതിന്? യെസ്, എന്താണത്? അതൊരു ആസിഡ് ആണ്. ഇനി അടുത്തത് ആഡ് സസ്പെൻഷൻ, ചാരവെള്ളം, ബിറ്റർ ടേസ്റ്റ് ആണ്. അതൊരു ബേസ് ആണ്. ഇനി അടുത്ത നോക്ക് സാൾട്ട് സൊല്യൂഷൻ. അത് ഉപ്പുവെള്ളം അല്ലേ? ഓക്കെ, അതിനെന്താണ്? പുളിപ്പുമില്ല, പിന്നെ എന്താണ്? ചവർപ്പൊന്നുമില്ല അല്ലെ? അതായത് കാര രുചിയും ഇല്ല. ഓക്കെ, നമുക്ക് അതിന്റെ കേസ് നമുക്ക് പറയാം. ഇനി അടുത്തത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, തെളിഞ്ഞ അപ്പക്കാര ലായനി. യെസ്, അതെന്താണ് മക്കളെ? അത് ബേസ് ആണ്. ആൻഡ് ലാസ്റ്റ് എന്താണ്? യെസ്, എഗെയിൻ രണ്ട് സാൾട്ട് സൊല്യൂഷൻ, സാൾട്ട് വാട്ടർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ പുളി രുചിയുള്ളത് എന്താണ്? പുളി രുചിയുള്ളത് ആസിഡ് ആണ്. അതേപോലെ തന്നെ ബിറ്റർ ടേസ്റ്റ് ഉള്ളത് എന്താണ്? അത് ബേസ് ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നോക്കി നിങ്ങൾ, പ്യുവർ വാട്ടർ ഉണ്ട്, ആൻഡ് പിന്നെന്താ? ഉപ്പുവെള്ളം ഉണ്ട് അല്ലെ? ഇവിടെ ഇതാ പ്യുവർ വാട്ടർ ഉണ്ട്, പിന്നെ സാൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളമുണ്ട്. ഇനി നോക്കേ, ഈ സാൾട്ട് സൊല്യൂഷനും ഉപ്പുവെള്ളം അതെന്തല്ല? അത് ആസിഡുമല്ല, ബേസും അല്ല. പിന്നെ എന്തായിരിക്കും അത്? അത് നിർവീര്യമായിരിക്കും, അതായത് ന്യൂട്രൽ ആയിരിക്കും. ഇതെന്താ മക്കളെ? നമ്മുടെ ശുദ്ധജലമൊക്കെ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇതെന്താണ്? ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവീര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യം. ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ആസിഡിന്റെ സ്വഭാവം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ബേസിന്റെ സ്വഭാവം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആസിഡിനൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ടാവുക?
സോർ ടേസ്റ്റ് ആണ്. ഇനി ബേസിനൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ടാവുക? ആൽക്കലൈൻ ടേസ്റ്റ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ എക്സാമിന് എന്താ ചോദിക്കുക? കുറെ ഇതേപോലെയുള്ള സൊല്യൂഷൻസ് തന്നിട്ട് അതിൽ ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? സോർ ടേസ്റ്റ് ഉള്ളതൊക്കെ എന്താണ്? ആസിഡ് ആണ്. അതേപോലെ തന്നെ ബിറ്റർ ടേസ്റ്റ് ഉള്ളതൊക്കെ എന്താണ്? ബേസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പി എച്ചിന്റെ കാര്യം പറയാം കേട്ടോ. പി എച്ചിന്റെ വാല്യൂ 7ൽ കുറവാണെങ്കിൽ എന്തായിരിക്കും അത്? 7ൽ കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഇനി 7ൽ കൂടുതലാണെങ്കിലോ? കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അതാടാ 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഇനി 7 ആണെങ്കിലോ? pH = 7 ആണെങ്കിൽ എന്താ? അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അത് ന്യൂട്രൽ ആയിരിക്കും, അതായത് നിർവീര്യമായിരിക്കും. ഇതും പഠിച്ചു വെക്കണേ. pH 7ൽ കുറവാണെങ്കിൽ, pHന്റെ വാല്യൂ 7ൽ കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഇനി pHന്റെ വാല്യൂ 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഇനി pHന്റെ വാല്യൂ 7 ആണെങ്കിൽ അത് എന്തായിരിക്കും മക്കളെ? അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആസിഡിനെയും ബേസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന് എന്തൊക്കെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചത്? ലിറ്റ്മസ് ഒരു ഇൻഡിക്കേറ്റേഴ്സിന് ലിറ്റ്മസ് ഒരു എക്സാമ്പിൾ ആണ് നമുക്കറിയാം അല്ലെ. ആ ഇൻഡിക്കേറ്റേഴ്സ് 2 വിധത്തിലുണ്ട് അല്ലെ. അതായത് ആസിഡിനെയും ബേസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് 2 വിധത്തിലുണ്ട്. എന്തൊക്കെയാ? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ എന്താണ്? സിന്തറ്റിക് ഇൻഡിക്കേറ്റർ. അപ്പൊ നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് സബ്സ്റ്റൻസ് നമ്മുടെ നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും, പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പദാർത്ഥങ്ങളൊക്കെ കിട്ടും. ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സിന്തറ്റിക്കോ? മാൻമെയ്ഡ് ആണ് അല്ലെ. നമ്മുടെ മനുഷ്യന്മാര് ലാബിൽ ഉണ്ടാക്കുന്നത് അല്ലെ. ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാര് ലാബിൽ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫിനോഫ്തലിൻ ആൻഡ് മിഥൈൽ ഓറഞ്ച് അല്ലെ. ഫിനോഫ്തലിൻ ആൻഡ് മിഥൈൽ ഓറഞ്ച്. ഇനി അതിന്റെ കളർ ചേഞ്ച് എങ്ങനെയാണ്? ഫിനോഫ്തലിൻ നമ്മൾ ഒരു ആസിഡിലേക്ക് ഉറ്റിച്ചു കഴിഞ്ഞാൽ, ഫിനോഫ്തലിൻ നമ്മൾ ഒരു ആസിഡ് എടുത്തിട്ട് അതിന്റെ 1, 2, 3 തുള്ളി ഫിനോഫ്തലിൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡിൽ അതിന്റെ കളർ എന്താ? ആസിഡില് കളർലെസ് ആയിരിക്കും. ഇനി ബേസിലാണെങ്കിലോ പിങ്ക് നിറായിരിക്കും. ബേസ് എടുക്കുന്നു, അതിൽ ഫിനോഫ്തലിൻ ഉറ്റിച്ചു കൊടുത്താൽ എന്ത് കളറായിട്ടാ മാറുന്നത്? അത് പിങ്ക് നിറമായിട്ടാ മാറുന്നത് അല്ലെ. അപ്പോ നമുക്ക് പറയാം ഫിനോഫ്തലിൻ ആസിഡിൽ കളർലെസ്സും ബേസിൽ എന്താണ്? പിങ്ക് നിറവുമാണ്. അങ്ങനെയാണെങ്കിൽ മിഥൈൽ ഓറഞ്ചോ? മിഥൈൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളറും ബേസിൽ എന്താണ്? യെല്ലോ കളറുമാണ് കാണിക്കുക. ഈ കളർ ചേഞ്ച് പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. എന്തൊക്കെയാ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്? പ്രകൃതിദത്ത സൂചകങ്ങൾ എന്നാ പറയാ. ഇത് സിന്തറ്റിക് ലബോറട്ടറി സൂചകങ്ങൾ, ഇതെന്താണ്? പ്രകൃതിദത്ത സൂചകങ്ങൾ. അപ്പോ ഇത് ഏതൊക്കെയുള്ളത്? മഞ്ഞള്, ചെമ്പരത്തി, ലിറ്റ്മസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോ ടർമറിക്, ഹിബിസ്കസ് ആൻഡ് ലിറ്റ്മസ്. ലിറ്റ്മസ് പേപ്പർ ഏതൊക്കെ ഉണ്ടടാ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, അതേപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട് അല്ലെ. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആസിഡിനെയും ബേസിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കണം അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആസിഡിനെയും ബേസിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പഠിച്ചിരിക്കണം. അപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ABR എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ABR എന്ന് പറഞ്ഞാൽ, A എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? A എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. ഇനി B എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ ആണ്. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കിയിട്ടാ മാറ്റുന്നത്? റെഡ് കളർ ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോ ബേസ് എന്തായിരിക്കടാ? ബേസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ നേരെ എന്താക്കിയിട്ടാ മാറ്റുക? ബ്ലൂ ആക്കിയിട്ടാണ് മാറ്റുക. ഓക്കെ, അപ്പൊ ആസിഡിൽ നമ്മൾ മുക്കുന്നത് ഏതാണ്? ആസിഡിൽ നമ്മൾ മുക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് നമുക്ക് ആസിഡിൽ കളർ തരിക. അതേപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് നമുക്ക് ബേസിൽ കളർ തരിക. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അത് ആസിഡിന്റെ ആണ്. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് കേട്ടാൽ നിങ്ങൾ ഇത് ഓർക്കണം അത് ബേസിന്റെ ആണ്. ഓക്കെ, ABR എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു. ലിറ്റ്മസ് പേപ്പറിന്റെ കാര്യം നിങ്ങൾ പഠിച്ചു അല്ലേ. അപ്പൊ നോക്കി എന്താ പറഞ്ഞത്? ആസിഡ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻടു റെഡ് അല്ലെ. അപ്പൊ ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നു. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പറോ? ബേസ് എന്താ ചെയ്യുന്നത്? ബേസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ടാണ് മാറ്റുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ?
ലിറ്റ്മസ് പേപ്പർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, ക്ലിയർ അല്ലേ? ഇനി റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് മെറ്റൽസ് അല്ലേ? ആസിഡും മെറ്റലും എങ്ങനെ റിയാക്ട് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിൽ മഗ്നീഷ്യം റിബൺ ഇടുന്നു അല്ലെ? ഇതെന്താണ്? ഇത് മഗ്നീഷ്യം റിബൺ ആണ്. മഗ്നീഷ്യം റിബൺ അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചോദിക്കും? സിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് ആയിരിക്കും തരും കേട്ടോ. സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം റിബൺ. ഇതിലെടുക്കുന്ന ആസിഡ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി എടുക്കാം കേട്ടോ. വിനെഗർ എടുക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ഇനി എന്താ സംഭവിക്കുന്നത്? ഒരു ആസിഡിൽ മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ കുമിള പോലെ ഒരുപാട് കുമിളകള് ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് എന്ത് ഗ്യാസ് ആണ്? അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് നമ്മളൊരു മാച്ച് ബോക്സ്, ഒരു മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ വായു ഭാഗത്ത് കാണിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? നന്നായിട്ട് ആളിക്കത്തും അല്ലെ? അപ്പൊ നമുക്ക് ഒരു പോപ്പ് സൗണ്ടോട് കൂടി ആളിക്കത്തും. ഓർക്കണേ, പോപ്പ് സൗണ്ടോട് കൂടി എന്താ ചെയ്യുന്നത്? നന്നായിട്ട് ബേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആസിഡും മെറ്റലും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ലവണവും കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇനി പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ടെസ്റ്റ് ട്യൂബിന്റെ വായു ഭാഗത്ത് നമ്മൾ ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിച്ചു കൊടുക്കുന്നു. ആ കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി ഒരു പോപ്പ് സൗണ്ടോട് കൂടി നന്നായിട്ട് ആളിക്കത്തും. കാരണം എന്താ? ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്ത നോക്കി നിങ്ങൾ, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ ആസിഡുകളുടെയും ബേസുകളുടെയും ജനറൽ പ്രോപ്പർട്ടീസ് ആ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ്? സോർ ടേസ്റ്റ് ആണ്. ആസിഡിന് സോർ ടേസ്റ്റ് ആണ്, ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലെ? അതേപോലെ തന്നെ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ് അല്ലെ? ആസിഡ് എന്താ ചെയ്യുന്നത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി ബേസ് ആണെങ്കിലോ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നത്. ആസിഡ് ഡു നോട്ട് ഗിവ് സ്ലിപ്പറി ടച്ച് അല്ലെ? ആസിഡിന് വഴുവഴുപ്പൊന്നുമില്ല, പക്ഷെ ബേസിന് എന്തുണ്ട്? ഫീൽ സ്ലിപ്പറി, വഴുവഴുപ്പുണ്ട്. ആസിഡ് ചേഞ്ച് മിഥൈൽ ഓറഞ്ച് ടു റെഡ് അല്ലെ? ആസിഡ് മിഥൈൽ ഓറഞ്ചിൽ എന്താ കാണിക്കുക? റെഡ് കളറാണ് കാണിക്കുക. ഇനി ഫിനാഫ്തലിൻ ആണെങ്കിലോ കളർലെസ് ആണ്. ഇനി നേരെ ഇവിടെ ബേസ് ചേഞ്ചസ് മിഥൈൽ ഓറഞ്ച് ടു യെല്ലോ അല്ലെ? മിഥൈൽ ഓറഞ്ചില് യെല്ലോ കളറാണ് നമ്മുടെ എന്താണ് കാണിക്കുന്നത്? മിഥൈൽ ഓറഞ്ച് കാണിക്കുന്നത്. ഇനി ഫിനാഫ്തലിൻ ആണെങ്കിൽ എന്താ? അത് പിങ്ക് നിറമാണ്. ഇനി നമുക്ക് എന്തും പറയാം, നമ്മുടെ ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ആസിഡിന്റെ pH ലെസ് ദാൻ 7 ആണ്, 7ൽ കുറവാണ്. ഇനി ബേസിന്റെ pH 7ൽ കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി രുചിയാണ്, കാര രുചിയാണ്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നുണ്ട്, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 2 കോളംസും നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കി നിങ്ങൾ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചു അല്ലേ? മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിർവിരീകരണം. അപ്പൊ നിർവിരീകരണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആസിഡും ബേസും നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാന്ന് വിചാരിച്ചോ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സാൾട്ട് കിട്ടും, പുതിയൊരു ലവണം കിട്ടും. ആ ലവണത്തിന്, ആ സാൾട്ടിന് ആസിഡിന്റെ സ്വഭാവം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ബേസിന്റെ സ്വഭാവം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ നിർവിരീകരണം എന്നൊക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. when definite amount of acid and alkali are mixed, their acidic and basic nature are lost and salt and water are formed. This is called ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ലവണവും വാട്ടറും കിട്ടും. ആ കിട്ടുന്ന ലവണം ഇല്ലേ, ആ കിട്ടുന്ന സാൾട്ടിന്റെ pH എത്രയായിരിക്കും? കിട്ടുന്ന സാൾട്ടിന്റെ pH 7 ആയിരിക്കും. കാരണം അത് ന്യൂട്രൽ ആണ്. അതിന് ആസിഡിന്റെ സ്വഭാവം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ബേസിന്റെ സ്വഭാവം ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് കുറച്ച് ഫുഡ് സബ്സ്റ്റൻസും അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കി നിങ്ങൾ, ബട്ടർ മിൽക്ക്, കേർഡ് അല്ലെ? നമ്മുടെ കേർഡ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് അടങ്ങിയ ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ് ആണ്. ബട്ടർ മിൽക്കിൽ അടങ്ങിയ ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി ടെമാറിൻഡ്, നമ്മുടെ പുളിയിൽ അടങ്ങിയ ആസിഡ് എന്താണ്? അത് ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി ആപ്പിളിൽ അടങ്ങിയ ആസിഡ് എന്താ? മലീക് ആസിഡ് ആണ്. ടൊമാറ്റോയിൽ അടങ്ങിയ ആസിഡ് എന്താണ്? ഓക്സാലിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ഇനി ലെമണിൽ അടങ്ങിയ ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ആൻഡ് ലാസ്റ്റ് ഗോസ്ബെറി അഥവാ നെല്ലിക്കയിൽ അടങ്ങിയ ആസിഡ്
അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ ഓരോരോ ഫുഡ് ഐറ്റംസും അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കോളം നിങ്ങൾ അങ്ങനെ തന്നെ എക്സാമിന് പഠിച്ചിരിക്കണം. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും എക്സാമിന് ചോദ്യം ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സും ബേസസും ഏതൊക്കെയാണെന്നോ. നമ്മളെ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ആസിഡും ബേസസും പൊതുവെ എന്തായിരിക്കും? നല്ല വീര്യം കൂടിയവയായിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ബേസസും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആസിഡ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എക്സാമിന് ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഏതൊക്കെ എഴുതി കൊടുക്കുക? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്നത് കിങ് ഓഫ് ആസിഡ് എന്നാണ്, ആസിഡുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ ബേസസ്, നമ്മൾ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ബേസസ് ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഈ മൂന്നാൾക്കാരുടെ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. അപ്പോൾ ലാബിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഇത്രയും ആസിഡ് ആണ്, ഇനി അതേപോലെ തന്നെ ബേസ് ഇത്രയും ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ അസറ്റിക് ആസിഡും യൂസ് ചെയ്യും കേട്ടോ. എക്സ്ട്രാ അസറ്റിക് ആസിഡും പറഞ്ഞു കൊടുക്കാം. അസറ്റിക് ആസിഡ് ക്ലിയർ അല്ലേ? യെസ്, ഇനി നമുക്ക് എന്താ നോക്കണം? അതിന്റെ കുറച്ച് യൂസസ് നോക്കണം അല്ലേ? ആസിഡും അതിന്റെ കുറച്ച് യൂസസും. അസറ്റിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അച്ചാർ ഉണ്ടാക്കാനും അതർ ഫുഡ് സബ്സ്റ്റൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി സിട്രിക് ആസിഡ് എന്താ മക്കളെ? സിട്രിക് ആസിഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിലും പിന്നെ ഭക്ഷണമൊന്നും കേടുവരാതെ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നൈട്രിക് ആസിഡ് എന്താ? മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് രാസവളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു യൂസ് എന്താ? ഇൻ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് അല്ലെ? മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ടാനിക് ആസിഡ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇങ്കും ലെതറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഇനി കാർബോണിക് ആസിഡോ? ബിവറേജസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. പ്രൊഡക്ഷൻ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആർട്ടിഫിഷ്യലി കാർബണേറ്റ്, സ്പാർക്ലിംഗ് വൈൻസ് അല്ലെ? വൈൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കാർബോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫോമിക് ആസിഡ് അല്ലെ? റബ്ബർ ഇൻഡസ്ട്രീസിൽ കൊയാഗുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോമിക് ആസിഡ് ആഡ് ചെയ്യും. റബ്ബറിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റബ്ബർ പാല്, റബ്ബർ ലാക്ടക്സിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുണ്ട്? ഫോമിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ആസിഡിന്റെ യൂസസിൽ പഠിക്കാനുള്ളത്. ഇനി വേറൊരു എക്സ്ട്രാ കാര്യം എന്താണ്? നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാറില്ലേ? അത് എന്ത് ആസിഡ് അതിലുണ്ട്? ഉറുമ്പിന്റെ ബോഡിയിൽ എന്ത് ആസിഡ് അടങ്ങിയിട്ടുണ്ട്? യെസ്, ഫോമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഉറുമ്പ് കടിക്കുമ്പോൾ ആൻഡ് എന്ന് ഓർത്ത് വെക്കണേ. ഉറുമ്പ് കേട്ടോ, ഉറുമ്പ്, ആൻഡ്, ഫോമിക് ആസിഡ്, ആൻഡ് എന്ന് ഓർത്ത് വെക്കണം, ഉറുമ്പ് എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അതിന്റെ ആസിഡും അതിന്റെ ഉപയോഗവും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആസിറ്റിക് ആസിഡ് അച്ചാറുകളിൽ, ആൻഡ് സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ, നൈട്രിക് ആസിഡ് എന്താ? രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയ നിർമ്മാണത്തിന്. ഓക്കെ, ഇനി സൾഫ്യൂരിക് ആസിഡ് എന്താണ്? മോട്ടോർ വാഹനങ്ങളിലും രാസവള നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാർബോണിക് ആസിഡ് ശീതള പാനീയങ്ങൾ, പിന്നെന്താ വൈൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എന്താ? ഫോമിക് ആസിഡ് ലാക്ടസ് റബ്ബറിന്റെ ശീതീകരണത്തെ സഹായിക്കുന്നു അല്ലെ? റബ്ബർ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും ഗുണനിലവാരവും കൂട്ടാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും യൂസസും പഠിച്ചു വെക്കണം. ഓൾ ആസിഡ്സും അതിന്റെ യൂസസും ആൻഡ് ബേസസും അതിന്റെ യൂസസും പഠിച്ചു വെക്കണം. ഇനി ബേസ് ഏതാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് നിർമ്മാണത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ണിന്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുറെ നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ യൂസ് ചെയ്ത്, രാസവളമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിന്റെ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരുമോ? ഇല്ല. ആ സമയത്ത് നമുക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഒരു വെള്ള കളറുള്ള പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നില്ലേ? ആ വെള്ള കളറുള്ള പൊടി എന്താണ്? അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതൊരു ബേസ് ആണ്. അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. എക്സാമിന് എഴുതി കൊടുത്താൽ മതി. ന്യൂട്രലൈസേഷൻ റിയാക്ഷന് എക്സാമിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. മണ്ണിന്റെ അസിഡിറ്റി കുറക്കാനായിട്ട് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നില്ലേ? അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി, ആൻഡ് റയോൺ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്.
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ്, മൃദുവായ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മെഡിസിനിൽ, മരുന്നുകളിൽ, ആന്റാസിഡുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എന്താണ് അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനർ ആയിട്ട് കേട്ടോ, വിൻഡോ ക്ലീനർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണേ, ബേസസും അതിന്റെ യൂസസും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനും ഗ്ലാസ് നിർമ്മാണത്തിന്, സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മൃദുവായ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിൽ, അതായത് ആന്റാസിഡ് ആണ്, ആന്റാസിഡുകളിലാണ്. നമുക്ക് അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എന്താ ആന്റാസിഡുകളാ, ആ ആന്റാസിഡുകളിൽ എന്തടങ്ങിയിട്ടുണ്ട്, ബേസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതും ഒരു നിർവിരീകരണത്തിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ലാസ്റ്റ് എന്താണ് അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് എന്താണ് സോപ്പ് നിർമ്മിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ? കാസ്റ്റിക് സോഡ അല്ലെ, ഒന്നാമത്തെ എന്താ മക്കളെ, കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ നമുക്ക് എന്ത് വേണം, കോക്കനട്ട് ഓയിൽ വേണം, പിന്നെ വാട്ടർ വേണം, ആൻഡ് സോഡിയം സിലിക്കേറ്റ് വേണം, സ്റ്റോൺ പൗഡർ വേണം, ആൻഡ് കളർ വേണം, പിന്നെ പെർഫ്യൂം വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, വെള്ളം, പിന്നെ എന്താണ് സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, പെർഫ്യൂം, പിന്നെ എന്താണ് കളർ. ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാലോ. നമ്മൾ ഒരു സ്റ്റീൽ ബൗൾ എടുക്കുന്നു, അതിനകത്ത് കുറച്ച് വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, കാസ്റ്റിക് സോഡ നന്നായിട്ട് നമ്മൾ ലയിപ്പിക്കുക. നന്നായിട്ട് ലയിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ പാത്രത്തിന്റെ ഭാഗത്ത് നല്ല ചൂട് അനുഭവപ്പെടും അല്ലെ, നല്ല ചൂട് അനുഭവപ്പെടും. അതിന് കാരണം എന്താ, അത് താപം പുറത്തു വിടുന്ന പ്രവർത്തനമാണ് കേട്ടോ, താപം പുറത്തു വിടുന്ന പ്രവർത്തനമാണ്. ക്ലിയർ അല്ലേ? അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മളൊരു സ്റ്റീൽ ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിൻ്റെ അകത്ത് കാസ്റ്റിക് സോഡ നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് നമ്മൾ ലയിപ്പിക്കുന്നു അല്ലെ, നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് നമ്മൾ ലയിപ്പിക്കുന്നു. അപ്പോൾ അതിനൊരു ചൂടുണ്ടാവും കേട്ടോ, കാരണം താപം പുറത്തു വിടുന്ന പ്രവർത്തനമാണ്. അത് തണുത്തതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു ലായനി നമ്മൾ തണുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത്, ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി വെക്കുക, വെളിച്ചെണ്ണ പുരട്ടി വെക്കുക. അതിലേക്കാണ് നമ്മൾ ഈ കാസ്റ്റിക് സോഡേന്റെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്, ലായനി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കാസ്റ്റിക് സോഡേന്റെ ലായനി നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കണേ, നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. നോക്കിയേ, ആഫ്റ്റർ ദ സൊല്യൂഷൻ കൂൾസ് ഡൗൺ അല്ലെ, നേരത്തെ കുറച്ച് ചൂടുണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. തണുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ലോലി പോർ ഇൻ ഫ്ലാറ്റ് വെസൽ കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ അല്ലെ, ഒരു പരന്ന പാത്രത്തില് പതുക്കെ എന്താണ് വെളിച്ചെണ്ണയുള്ള പരന്ന പാത്രം നമ്മൾ പതുക്കെ ഒഴിക്കണം. പിന്നെന്താ, അതിനിടയിൽ നന്നായിട്ട് ഇളക്കണം അല്ലെ, നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റും നമ്മൾ ആഡ് ചെയ്യുന്നത്. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നോക്കണേ. എന്തിനാണ് നമ്മൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നത്? ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. സോപ്പിന്റെ ക്വാണ്ടിറ്റിയും പിന്നെ എന്താണ് അതിന്റെ ഹാർഡ്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത്, രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് പെർഫ്യൂമും കളറൊക്കെ നമ്മൾ ആഡ് ചെയ്യുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യണേ. Color and perfume can be added to the soap to make it more attractive and fragrant. Stir the mixture continuously till it get thickened. Pour the thick mixture into the mold. അപ്പോൾ എന്താണ് ഒരു തിക്ക് മിക്സ്ചർ നമ്മൾ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു മിക്സർ കിട്ടും. ആ മിക്സ്ചർ നമ്മൾ ഒരു മൗഡിലേക്ക് ഒഴിക്കുക. നമുക്ക് വേണ്ട ഷേപ്പുള്ള മൗഡിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.